ഹലോ ഫ്രണ്ട്സ്, പാതിരാത്രിയിൽ ബാംഗ്ലൂർ ഇറങ്ങി നടക്കാൻ ഭയങ്കര രസം. പാതിരാത്രിയൊന്നും ആയിട്ടില്ല കേട്ടോ, വൈകുന്നേരമാണ്. അപ്പോൾ നാളെ എൻ്റെ വല്യമ്മച്ചിയുടെ മോന്, അതായത് എൻ്റെ അണ്ണായി എന്ന് നമ്മൾ ചെറുതിലോട്ട് വിളിച്ച് പഠിച്ചത്. എന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, അങ്ങനെയാണ് നമ്മൾ വിളിച്ച് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് അണ്ണായി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അണ്ണായിയും മോനിഷയും നാത്തൂൻ, പിന്നെ കുഞ്ഞാറ്റയും തുമ്പിയും കുഞ്ഞാറ്റയും രണ്ട് പെൺകുട്ടികളാണ് അവർക്ക്. അപ്പോൾ അവർ നാളെ വരുന്നുണ്ട്. കാഞ്ചീപുരത്തു നിന്നാണ് അവർ വരുന്നത്. ഡ്രൈവ് ചെയ്ത് 4-5 മണിക്കൂറാണെന്ന് തോന്നി ഇങ്ങോട്ട്. അപ്പോൾ രാവിലെ ഉച്ചയാകുമ്പോഴത്തേനും അവർ ലഞ്ച് കഴിക്കാനുണ്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറി ആക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അവിടെ കാന്താരി ഇരിക്കുന്ന കണ്ടു. ഈ ഓരോ പാക്കറ്റ് കാന്താരിക്കും 50 രൂപയാണ് കേട്ടോ. അതൊക്കെ നോക്കി. പിന്നെ ഞാൻ കുറച്ച് പപ്പായയും പേരയ്ക്കയും മാങ്ങയും പിന്നെ വേണ്ടുന്ന ഫ്രൈഡ് റൈസിന് വേണ്ടുന്ന കുറേ സാധനങ്ങളും ഒക്കെ വാങ്ങി. അങ്ങനെ പച്ചക്കറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് കഫേ ഇഫ്താറിലാണ്. കാരണം മോൻ ഷവർമ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഷവർമയ്ക്ക് ഓർഡർ ചെയ്യാം എന്നൊക്കെ കരുതി ചെന്നപ്പോഴത്തേക്കും ഷവർമയൊക്കെ കഴിഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചപ്പം കുറേ റോൾസ് എന്തൊക്കെയോ പറഞ്ഞു. അതൊന്നും അവൻ കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ അൽഫാം ഓർഡർ ചെയ്തു. പെരി അൽഫാമൊക്കെ ഓർഡർ ചെയ്തു. വീട്ടിൽ വന്നു, അതൊക്കെ കഴിച്ചു ഉറങ്ങി. പിറ്റേന്ന് ഉച്ചയായപ്പോഴത്തേക്കും അണ്ണായിയൊക്കെ വന്നു. നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ അത്യാവശ്യം ശരിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനം പറയുകയും അവിടെ കുഞ്ഞാറ്റ പറഞ്ഞ പോലെ പിള്ളേരെല്ലാം അതെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ. അങ്ങനെ അവൾക്ക് മോനി പിന്നെ സെർലാക്കൊക്കെ കുറുക്കി ഫോണൊക്കെ കാണിച്ചൊക്കെയാണ് ഭക്ഷണം കൊടുക്കൽ. എല്ലാവരും അതെ, ഞാൻ കൺമണിക്കും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ പിന്നെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴെ പോയിട്ട് സ്നാക്ക് വാങ്ങിക്കാനായിട്ട് കുറച്ച് കേരള സ്നാക്ക് വാങ്ങിച്ചു. അതൊക്കെ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് അനിയത്തി ചിഞ്ചു കുഞ്ഞാറ്റയ്ക്കും തുമ്പിക്കൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. എല്ലാം കറക്റ്റ് അവരെ നിർത്തി തയ്ച്ച പോലെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറേ ഫാമിലി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ, കൺമണിക്ക് ഡ്രസ്സും പിന്നെ അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്ക കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ ഇപ്പം ഇടാൻ പറ്റില്ല, അവൾ പറിച്ചെടുത്ത് കളയും. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചായയൊക്കെ റെഡിയായി. അപ്പോഴത്തേനും നമ്മൾ സ്നാക്കൊക്കെ പൊട്ടിച്ചു. നമ്മൾ സുഗിയൻ, ബോണ്ട, കട്ട്ലറ്റ്, പിന്നെ എന്തുവായിരുന്നു, നെയ്യപ്പം, പിന്നെ അതുപോലെ പഴംപൊരി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. അങ്ങനെ അതൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും അവർക്ക് പോകാറായി. അവർ വന്ന് ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും നാളെ തുമ്പിക്ക് സ്കൂളുണ്ട്. അത് കാരണം അവർ പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. അങ്ങനെ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ, നമ്മുടെ വീട്ടുകാരെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അത്. അങ്ങനെ ഇപ്പോൾ അത്രയുള്ള വീഡിയോ. അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.